ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ദേശീയ പാർട്ടി എന്ന പദവി നഷ്ടമാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വെള്ളരിക്കുണ്ട് മാലോത്ത് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം യു.ഡി.എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഭാഗമായി സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kuttiyadi. കേരളമടക്കമാകെ 19 സീറ്റിൽ മാത്രം മത്സരിക്കുന്ന CPIM പുറത്തിറക്കിയ പ്രകടന പത്രിക പോലും അവരുടെ തൊലിക്കട്ടിക്ക് ഉദാഹരണമാണെന്ന് കേരള പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം യു.ഡി.എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വെള്ളരിക്കുണ്ട് മാലോത്ത് ബളാൽ മണ്ഡലം യു.ഡി.എഫ് കമ്മിറ്റി സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ദേശീയ പാർട്ടി എന്ന പദവി നഷ്ടപ്പെടുമെന്നും പറഞ്ഞ വി.ഡി. സതീശൻ നരേന്ദ്രമോദിയും പിണറായി വിജയനും അണ്ണൻ തമ്പി കളിക്കുകയാണെന്നും ആരോപിച്ചു. പാർലമെന്റ് അംഗത്വം റദ്ദാക്കി താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇവർ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ മനുഷ്യൻ ആയിരക്കണക്കിന് കിലോമീറ്റർ ഇന്ത്യയുടെ ഹൃദയഭൂമിയിലൂടെ മഞ്ഞത്തും മഴയത്തും വെയിലത്തും നടന്ന് രാജ്യത്തെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു അല്ലേ? ഈ 35 ദിവസമായിട്ട് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി കോൺഗ്രസിനെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയാണ് പറയുന്നത്, മോഡിക്കെതിരെ അല്ല പറയുന്നത്. ഇന്നലെ രാഹുൽ ഗാന്ധി കോഴിക്കോട് ചോദിച്ചു, അതെന്തിനാ എന്നെ പറ്റി പറയുന്നത്? നിങ്ങൾ കുറച്ച് സമയം BJPക്കെതിരായും RSSനെതിരായും പറയൂ, അത് പറയില്ല. രാഹുൽ ഗാന്ധി കോൺഗ്രസ് മുക്ത ഭാരതം BJPയുടെ സ്വപ്നം, കോൺഗ്രസ് വിരുദ്ധത പിണറായി വിജയന്റെ സ്വപ്നം. BJPയെ പേടിച്ച് ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. കേന്ദ്രയിൽ ഭയമാണ് അദ്ദേഹത്തെ ഭരിക്കുന്നത്. അതുകൊണ്ട് ഈ ഫാസിസ്റ്റുകളെ തോൽപ്പിക്കണം, ഈ ധിക്കാരികളെ തോൽപ്പിക്കണം, ഈ അഴിമതിക്കാരെ നമുക്ക് തോൽപ്പിക്കണം. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറുമായി LDF കൺവീനർ EP ജയരാജനും ഭാര്യയ്ക്കും ബിസിനസിൽ പങ്കാളിത്തമുണ്ട്. ഒത്തുകളി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ അവിടെ മത്സരിക്കുന്നതെന്നും പറഞ്ഞ പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ ഖജനാവ് പൂച്ചകൾക്ക് പ്രസവിക്കാൻ പാകത്തിൽ കാലിയായി കിടക്കുകയാണെന്നും സ്വർണ്ണ വ്യാപാരികളോട് നികുതി വാങ്ങാൻ മടിക്കുന്ന പിണറായി വിജയൻ സർക്കാർ അവരോട് മറ്റു തരത്തിലുള്ള സ്വകാര്യ പിരിവ് നടത്തുകയാണെന്നും കുറ്റപ്പെടുത്തി. EP ജയരാജൻ പറഞ്ഞു, അങ്ങനെ എനിക്കോ എന്റെ ഭാര്യയ്ക്കോ ഷെയർ ഉണ്ടെങ്കിൽ ഞാനത് വി.ഡി. സതീശന് തന്നേക്കാന്ന് പറഞ്ഞു. എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ ഇതുപോലെ കള്ളപ്പണം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോ ജയരാജൻ വന്ന് പറയാണ്, എന്റെ ഭാര്യയ്ക്ക് ഷെയർ ഉണ്ട്. ശരിക്കും എനിക്ക് തരണ്ടല്ലേ? എന്റെ ഭാര്യയ്ക്ക് ഷെയർ ഉണ്ട്, നേരത്തെ ഉണ്ടെങ്കിൽ എനിക്ക് തരാമെന്ന് പറഞ്ഞതാണ്. പരിപാടിയിൽ ബളാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കയം അധ്യക്ഷനായി. DCC പ്രസിഡന്റ് PK ഫൈസൽ, KPCC അംഗം മീനാക്ഷി ബാലകൃഷ്ണൻ, ഹക്കിങ്ങുന്നിൽ, ബഷീർ വള്ളിക്കോത്ത്, മിനി ചന്ദ്രൻ, PV സുരേഷ്, BP പ്രദീപ് കുമാർ, ഹരീഷ് പി നായർ, MP ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. മാലോം തട്ടിൽ നിന്നും 100 കണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിൽ ആനയിച്ചാണ് UDF നേതൃത്വം പ്രതിപക്ഷ നേതാവിനെ പൊതുയോഗ വേദിയിലേക്ക് എത്തിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കളിയാക്കിക്കൊണ്ടും ഇരു സർക്കാരുകളുടെയും അഴിമതികൾ തുറന്നു കാട്ടിക്കൊണ്ടും ഏതാണ്ട് 1 മണിക്കൂർ നേരം പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്.